ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും വായിലും മിഠായി നിറച്ചു വെച്ചിട്ട് നിന്റെ ആടിന് സ്വാഗതം പറയാൻ പറ്റണില്ല. അപ്പൊ ഇന്ന് അത്തം 1 അപ്പം നമ്മള് ഇവിടെ ആയാലും നമ്മളെല്ലാം എല്ലാ രാജ്യത്തും നമ്മൾ ഓണവും ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ എല്ലാവരും ആഘോഷിക്കും. അപ്പം ഞങ്ങളും ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഹാമിൽട്ടണിലാണെങ്കിൽ തന്നെയും ഇവിടെ കേരള സമാജം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പൊ അവിടെയാണെങ്കിലും ഓണത്തിന്റെ എല്ലാ പരിപാടികളും മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം കളികളും നമ്മുടെ വാവുട്ടിയൊക്കെ ബാഡ്മിന്റണിലൊക്കെ ഉണ്ടായിരുന്നു. എന്റെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്നിട്ടാ വോളിബോള്. ഓക്കെ, അങ്ങനെ എല്ലാ മത്സരങ്ങളൊക്കെ നടത്തിയായിരുന്നു. അപ്പൊ ഇന്ന് അത്തം 1. അപ്പം ഓൾറെഡി ഉച്ചയായി, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ ഈ നേരമായി. പക്ഷെ എങ്കിലും നമ്മുടെ ഡ്യൂട്ടി ഒന്നും നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇന്ന് അത്തം 1 ആഘോഷിക്കാൻ പോകണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അതിന് വേണ്ടിട്ട് പൂക്കള് പൊട്ടിക്കാൻ വേണ്ടി പോവാം. നമ്മൾ കവറൊന്നും എടുത്തില്ലല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പം വഴിയില് കുറെ പൂക്കള് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എവിടെന്നെങ്കിലൊക്കെ പൂക്കൾ പൊട്ടിച്ച് നമ്മൾ വീട്ടിൽ പോയിട്ട് ചെറിയൊരു അത്തപ്പൂക്കൾ ഇടാന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു. അപ്പോ സാമ്പാറും പിന്നെ കടലക്കറി ആയിരുന്നു. ഓണായിട്ട് 10 ദിവസം ഇറച്ചി കഴിക്കാണ്ട് വെജിറ്റേറിയൻ മാത്രമാക്കിയാലോ? അടിപൊളിയായിരിക്കും. പക്ഷെ ചെറിയ സൈഡിലൊരു മീൻ വറുത്ത് കിട്ടിയാൽ ബെസ്റ്റ് ആയിരിക്കും. ഐഡിയ ഇസ് ഗുഡ് ബട്ട് നോട്ട് വർക്കിംഗ്. ഔട്ടി കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കില് ചെറിയൊരു സൈഡിലൊരു മീൻ വറുത്ത് കിട്ടിയ അടിപൊളിയാ അല്ലേ? സാമ്പാർ, മീൻ വറുത്തതും എന്ത് കറി ഉണ്ടെങ്കിലും. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് ഓരോ ദിവസം ഇപ്പൊ അത്തം 1 ഞങ്ങൾ സാമ്പാറും കടലക്കറിയും കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ഓണത്തിന്റെ ഓരോരോ വിഭവങ്ങൾ ഓരോ ദിവസം ഉണ്ടാക്കാം. അത് ഷെയർ ചെയ്യണമെന്നും കൂടി ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ന് സമയം കിട്ടിയില്ല. ഇന്നെല്ലാം ഷടപടേന്നായ കാരണം കൊണ്ടൊന്നും സമയം കിട്ടിയില്ല. ആദ്യം തന്നെ പോയിട്ട് പൂക്കള് പൊട്ടിക്കട്ടെ. അപ്പൊ അതിനുവേണ്ടി പോവാണ്. അപ്പൊ ഞാൻ വാവുട്ടിയോട് മനസ്സിനോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്തിട്ടാ ഓണം? ഓണത്തിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഓണം എന്താന്ന്? വന്ന പൊന്നിസ് പറഞ്ഞോ. അവൻ മറ്റേ പറഞ്ഞു കൊടുക്കണോ ഓട്ടിക്ക്? പറയുമല്ലോ. പറഞ്ഞോ. തടിയനല്ല, മഹാബലി. മഹാബലി. അപ്പൊ പക്ഷേ തടിയെന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ മഹാബലി നമ്മുടെ പണ്ട് കേരളം ഭരിച്ചിരുന്ന ആളാണ് അല്ലെ? അപ്പം ഇത് ഫെസ്റ്റിവൽ ഓഫ് സങ്കല്പം ഫ്ലവേഴ്സ് ആണ്. ഒരു ഇതാണ് സങ്കല്പം മാത്രം. അപ്പോ നമ്മളെ ഇവിടെ എല്ലാവരും ആഘോഷിക്കും ഓണം. നല്ല പൈസ ഉള്ള ആൾക്കാരും പൈസ ഇല്ലാത്ത ആൾക്കാരും എല്ലാവരും ഓണം ആഘോഷിക്കും. അപ്പൊ പറയണത് സാങ്കല്പികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് അന്ന് നമ്മളിങ്ങനെ എല്ലാം പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളെയും കാണാൻ വേണ്ടി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരും മഹാബലി. കേട്ടാ പൊന്നസേ? ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും 10 ദിവസവും നമ്മള് പൂക്കളൊക്കെ ഇട്ട് വീടൊക്കെ അലങ്കരിക്കണത്. എന്തോ നാട്ടിലൊക്കെ ആണെങ്കിൽ 10 ദിവസം നമുക്ക് വെക്കേഷൻ കിട്ടും. അമ്മയ്ക്ക് 10 ദിവസം സ്കൂൾ വെക്കേഷനാ. ഇവിടെ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ ഒരു വെക്കേഷൻ കഴിഞ്ഞില്ലേ? തണുപ്പുണ്ട്, എങ്കിലും നല്ല വെയിലുണ്ട് അല്ലെ? നല്ല വെയില്. അപ്പൊ പിള്ളേർക്ക് ഇപ്പൊ നാട്ടിലാണെങ്കിൽ പിന്നെയും പിള്ളേർക്ക് നമ്മള് നാട്ടിൽ നിന്ന സമയത്ത് 10 ദിവസം നമ്മള് പൂക്കളിട്ട് ഓർമ്മയില്ല നമുക്ക്? വീടിന്റെ ഫ്രണ്ടിൽ എല്ലാ ദിവസവും അമ്മ ബഹറില് നിങ്ങൾ നാട്ടിലായ സമയത്ത് ഓണത്തിന്റെ സമയത്ത് ഓർമ്മയില്ലേ? ഡെയിലി നിങ്ങൾ പൂക്കളിടുമായിരുന്നു. പൊന്നിസിന് ഓർമ്മയില്ല? എന്റെ ഫോട്ടോ കാണിച്ചിട്ടപ്പ പിള്ളേരെല്ലാം മറന്നു. നാട്ടിലാണെങ്കിൽ പിന്നെയും പിള്ളേർക്കൊരു ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ പിന്നെ ഇങ്ങനെ നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ട്, നമ്മൾ ടോപ്പോല് ഓണത്തിന് പൂക്കളൊക്കെ ഇട്ട് സാരി മുണ്ടൊക്കെ എടുത്തിട്ട് നമ്മൾ പോയത്. അത് ഓർമ്മയുണ്ടാ? ടോപ്പോലത്തെ കമ്മിറ്റി, നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഓണാഘോഷിച്ചപ്പം സാരി മുണ്ടൊക്കെ എടുത്തിട്ട് പോയിട്ട്. എന്തിനാ വാവുട്ടി മറക്കണേ? കഴിഞ്ഞ പ്രാവശ്യത്തെ ടോപ്പോ മലയാളി കമ്മ്യൂണിറ്റിയുടെ മാവേലി ആരായിരുന്നു? വാവുട്ടി ആയിരുന്നു. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കട്ടെ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്താ നമ്മുടെ മാവേലി, ടോപ്പോലത്തെ മാവേലി നമ്മുടെ വാവുട്ടി ആയിരുന്നു. അപ്പൊ അല്ല, മഹാബലി ശരിക്കും വലിയ മനുഷ്യനാ, വലിയ ആളാണ്. നീ മറ്റേ അന്ന് കുഞ്ഞു സ്റ്റോറി സ്മോൾ ആയിട്ട് പറഞ്ഞു തരണ. അപ്പൊ
ഒരു രാജാവ് ഉണ്ടായിരുന്നു, കിങ് ഉണ്ടായിരുന്നേ. ഈ കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആളായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, ഗുഡ് ആളായിരുന്നു. അപ്പൊ ഈ കിങ്ങിന്റെ കൺട്രിയിൽ വന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫുഡ്, എല്ലാ സാധനങ്ങളും എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവർക്കും സൂപ്പറായിരുന്നു ജീവിക്കാനായിട്ട്. അപ്പൊ ഇത് കണ്ടപ്പോ എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് കുശുമ്പായി. നല്ല സുഖമായിട്ടല്ലേ അവര് ജീവിക്കുന്നത്. അപ്പൊ കുശുമ്പായിപ്പോ അവര് വേറൊരു വാമനൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ വിട്ടു. കില്ലേനല്ല, സൂത്രത്തിൽ പെറ്റിക്കാൻ വേണ്ടിട്ട്. സൂത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീറ്റിംഗ് ആയിട്ട് പറ്റിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഈ കൺട്രിയിൽ വന്നിട്ട് ഈ രാജാവിനോട് എന്ത് ചോദിച്ചാൽ രാജാവ് എല്ലാവർക്കും കൊടുക്കും, എന്നുവെച്ചാൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഈ വാമനൻ എന്ന് പറഞ്ഞ ആള് വന്നു നാട്ടിലേക്ക് വന്ന് കൺട്രിയിൽ വന്നിട്ട് ഈ രാജാവിനെ പോയിട്ട് കണ്ടു, പറഞ്ഞു എനിക്ക് ജീവിക്കാനായിട്ട് വീട് പണിയാനായിട്ട് സ്ഥലമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് 3 ഫീറ്റ് മണ്ണ് വേണമെന്ന് പറഞ്ഞു. അപ്പം അവര് രാജാവ് പറഞ്ഞു നിനക്ക് എവിടെ വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന ആളല്ലേ. അപ്പൊ ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആളായി. ആദ്യം മനുഷ്യന്റെ പോലെയായിരുന്നു, പക്ഷെ ബിഗ് ശക്തി വേറൊരു ഇതുള്ളായിരുന്നു. അപ്പൊ അല്ലാണ്ട് രാജാവിനെ പറ്റിക്കാൻ പറ്റില്ല. ഇത് രാജാവിന്റെ അടുത്ത് ഇങ്ങനത്തെ വല്ലതും ചോദിച്ചിട്ട് ചീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാണ്ട് രാജാവിനെ അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഇയാൾ 3 ഫീറ്റ് അല്ലേ പറയണത്. അപ്പൊ ഇയാള് ഭയങ്കര ബിഗ്, നമ്മുടെ വേൾഡില്ലേ അതിന്റെ അത്ര വലുതായി. എന്നിട്ട് ഫസ്റ്റ് ഫീറ്റ് വെച്ചു വേൾഡിൽ വെച്ചു, വേൾഡിന്റെ മുകളിൽ വെച്ചു. സെക്കൻഡ് ഫീറ്റ് വെച്ചു എവിടെ വെച്ചു, നരകത്തിന് എന്നിട്ട് പറയാ, പാതാളത്തിലല്ല, അല്ല പാതാളത്തിലല്ല, ഫസ്റ്റത്തെ ഭൂമി, പിന്നെ സ്വർഗത്തിലാ നരകത്തില എവിടെയാണ്ട് വെച്ചു. അപ്പൊ 2 സ്റ്റെപ്പ് കഴിഞ്ഞു, 3rd സ്റ്റെപ്പ് വെക്കാനായിട്ട് സ്ഥലമില്ല. അപ്പൊ എവിടെ വെക്കാം? അപ്പൊ രാജാവിനോട് ചോദിച്ചു നീയല്ല പറഞ്ഞ കിങ് അല്ലേ, കിങ് പറഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല, കിങ്ങിന്റെ ഓർഡർ അല്ലേ. അപ്പൊ കിങ്ങിന്റെ ഓർഡർ ഒരിക്കലും ബാക്ക് ആയിട്ട് ഇല്ല, റോങ് ആന്ന് പറയാൻ പറ്റില്ല. കിങ്ങിന്റെ ഓർഡർ ആണ്. അപ്പൊ കിങ് പറഞ്ഞു നീ 3ാമത്തെ സ്റ്റെപ്പ് വെക്കാൻ സ്ഥലമില്ലെങ്കിൽ എന്റെ തലയിൽ വെച്ചോണം പറഞ്ഞു, ഹെഡ്മ. അപ്പൊ ഹെഡ്മ വെച്ചപ്പോ ഈ വേൾഡിന്റെ ഭൂമിയുടെ അടിക്ക് താന്നുപോയി മഹാബലി. അപ്പൊ താന്നുപോയി. താഴ്ത്താൻ പോണ സമയത്ത് വാമനൻ വിഷമായി. അപ്പൊ പറഞ്ഞു ഓക്കെ നീ എല്ലാ വർഷവും ഒരു പ്രാവശ്യം നിന്റെ ആൾക്കാരെ കാണാൻ വേണ്ടിട്ട് തിരിച്ചു വന്നോളാം പറഞ്ഞു. അതാണ് സ്റ്റോറി. അപ്പൊ എല്ലാ വർഷവും ആ ഓണത്തിന്റെ സമയത്ത്, ഓണത്തിന്റെ അന്ന് മഹാബലിക വരും എല്ലാവരുടെ അടുത്തും. അപ്പൊ എല്ലാവരും വരുമ്പോ എന്നിട്ട് എല്ലാവരും പഴയ പോലെ തന്നെ അടിപൊളി ഡ്രസ് ഇട്ട് ഫുഡ് കഴിക്കുന്നത്, കുറെ കറികളും എല്ലാം കൂട്ടിയിട്ട് എല്ലാം ഓണത്തിന്റെ അന്ന് ആഘോഷിക്കുന്നത്. അപ്പൊ രാജാവ് വന്ന് നോക്കുമ്പോ എല്ലാവരും അന്നത്തെ പോലെ തന്നെയായിട്ട് എല്ലാവരും സൂപ്പറായിട്ടിരുന്ന് എല്ലാവരും ഫുഡ് കഴിക്കുന്നു ഉച്ചയ്ക്ക് ഇരുന്നിട്ട്. നല്ല അടിപൊളി ഡ്രസ്സും കേരളത്തിന്റെ ഡ്രസ്സുകള് അത് ഇതൊക്കെ ഇട്ടിട്ട്. അപ്പൊ മഹാബലിക്ക് ഹാപ്പി ആയിട്ട് തിരിച്ചു. ആളൊരു കിങ് ആയതുകൊണ്ടാണ് മറ്റേ ഫുൾ ഓർണമെന്റ്സ്, ബാവട്ടിയാണെങ്കിലും അന്ന് മാവേലി ആയ സമയത്ത് ഫുൾ ഓർണമെന്റ്സ് ഇട്ടിട്ടുള്ളത് സ്റ്റോറി. അങ്ങനെയാണ് കാര്യം. താങ്ക് യു ചേട്ടാ. എന്തിനാ എനിക്കും അറിയില്ലായിരുന്നു. അമ്മയ്ക്കറിയാം അവനെ അറിയില്ലെന്ന് വെറുതെ പറഞ്ഞു. ശരിക്കും വാമനൻ മറ്റെന്ത് വേറെ ആരങ്ങടെ വിടുന്നത് അയാളെ. അങ്ങനെയാണ് കാര്യങ്ങള് മോനെ. അപ്പൊ മാവേലി എന്തിട്ടാ കിങ് അല്ല? ആ മാവേലി കിങ് ആണ്, വാമനൻ കിങ് അല്ല. ആ ആരാ മനസ്സേ, ആരാ വാവട്ടി രണ്ടാമത്തെ ആള്? വാമനല്ല, വാമനൻ. ഓക്കെ, മറ്റേതാരാ കിങ്ങിന്റെ പേരെന്നിട്ടാ? മാവേലി, മഹാബലി. നീ ആയിരുന്നു കിങ് കഴിഞ്ഞ വർഷം. അപ്പൊ അതിന് വേണ്ടി പകരം നമ്മളെല്ലാവരും ഓണത്തിന്റെ അന്ന് മഹാബലി ഒരാൾ വരും. അയാൾ ഇങ്ങനെ വരില്ലേ, വലിയ മാലി ഇതൊക്കെ ഇട്ടിട്ട് പണ്ടത്തെ പോലെ കിങ് പോലെ. അതാണ് കൊടയൊക്കെ പിടിച്ച് വന്നില്ലേ നീ അന്ന്? പണ്ടെന്ന് വെച്ചാൽ കൊടിയില്ല, മറ്റേ ഇതാണ്, മറ്റേ എന്നിട്ട് പറയാ ഓലയില്ലേ, ഓല അതുകൊണ്ടുള്ള കൊടയാ പണ്ട്. അപ്പൊ അതാണ് ഓല കൊടയൊക്കെ പിടിച്ച് വരുന്നത്. അയാൾ വരുമ്പോ എപ്പോഴും ചിരിച്ച് എല്ലാവരുടെ അടുത്ത് അങ്ങനെ അണിച്ചിട്ട് വരല്ലോ. അപ്പൊ ആ ദിവസം തന്നെ ഓണം ആഘോഷിക്കണം. അപ്പൊ മഹാബലി മുന്നേ വന്ന് നോക്കും, എല്ലാവരും ഓക്കെയാണെന്ന് നോക്കുമ്പോ എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ അതാണ് അന്നത്തെ ദിവസം എല്ലാവരും കുറെ കറികൾ, പായസം, ചോറ്, അച്ചാറ്, പിന്നെ എന്നിട്ട് ഉപ്പേരി, എലിശ്ശേരി, പുളിശ്ശേരി, മാങ്ങാച്ചാറ്, അത് ഇതൊക്കെ ആയിട്ട് കുറെ തരം കറികളായിട്ട് വെജിറ്റബിൾ ഊണുന്നുണ്ട്. സാക്രിഫൈസ് ചെയ്തു. വെക്കാൻ ഫുഡ് വെക്കാൻ സ്ഥലമില്ലല്ലോ, എന്നിട്ട് ചെയ്യാം. കിങ്ങിന്റെ ഓർഡർ ആണല്ലോ. ഏത് പണ്ടത്തെ കിങ്ങുമാർ, ഇപ്പോഴത്തെ കിങ്ങുകാർ അങ്ങനെയല്ലേട്ടാ, ചിലപ്പോ മാറ്റിയൊക്കെ പറയും. പണ്ടത്തെ ആൾക്കാര് ഒരു വാക്കില് ഒരെണ്ണം പറഞ്ഞു, ഞാൻ നിനക്ക് ഇത് വാങ്ങി തരുന്ന പറഞ്ഞാൽ ചിലപ്പോ എന്റെ ജീവൻ ലൈഫ് പോയാലും ഞാൻ നിനക്ക് ഇത് വാങ്ങി തരും. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയാണ്, വാക്ക് ഭയങ്കര സ്ട്രോങ്. അവരെ നിന്റെ അടുത്ത് ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആയിട്ട് നടത്തും. നാളോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യില്ല, മരിച്ചാലും ചെയ്യില്ല അവര്.
ഇപ്പോഴത്തെ ആൾക്കാർ വാക്ക് പറയണെങ്കിൽ പിറ്റ് അപ്പൊ തന്നെ മാറ്റി കളയും. ഇത് അതിന്റെ കാര്യം. അപ്പൊ പിന്നെ ഓക്കെ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു പാർക്കിലെത്തി. ഇവിടുന്ന് പൂ പൊട്ടിക്കാൻ പാടോ എന്ന് അറിയില്ല, പക്ഷെ എന്നിരുന്നാലും പൂ പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. എത്തണില്ല ചേച്ചു. നല്ല റെഡ് അല്ലോ, നല്ല റെഡ് കളറ്. ആ ഒരു റെഡ് കളറിനകത്ത് കൊറേ പൂക്കളുണ്ട് കേട്ടോ. അമ്മേ കൊമ്പൊടിക്കുന്നുണ്ട്. നിറച്ചും വെള്ളം ഉണ്ട് അതിനകത്ത്. ഇത് 2 പൂ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വാവൂട്ടി ഇതേ അവിടെ നിന്ന് എന്തോ ഒരു പൂ പൊടിച്ചിട്ടുണ്ട്. ഈ ഇലയും ഇരുന്നോട്ടെ അല്ലേ? അത് മതി. നമുക്കതിന്ന് പൊട്ടിച്ചു പൊടിച്ചെടുത്ത് നമുക്ക് അതിനകത്ത് ഇടാം. വാ, ഇനി വേറെ ഏതെങ്കിലും പൂ കിട്ടാൻ നോക്കി വെക്കാം. എനിക്കറിയില്ല ശരിക്കും പാർക്കുകളിൽ നിന്ന് കൂടെ പൂ പൊട്ടിക്കാൻ പാടുമെന്ന്. ഈ ഇലയോ? കുഞ്ഞു 2 കഷ്ണം പൊട്ടിക്കട്ടെ? 4 പൊട്ടിക്കാം അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെറുത് മതി. നമുക്ക് തിരുവോണത്തിനൊന്നും പക്ഷെ വലുത് ഇടാട്ടാ അല്ലേ? ഞാൻ അന്ന് ഫുള്ള് നാട്ടിൽ വെച്ച് പൂവിട്ടാണ്ട് മൊത്തം എലോണ്ടായിരുന്നു ചെയ്തത്. ഞങ്ങള് പണ്ട് ഉപ്പുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഉപ്പിൽ കളർ ചേർത്തിട്ട്. അല്ല, ഉപ്പുകൊണ്ടും ചെയ്യാം, പിന്നെ മറ്റേ സാധനത്തോണ്ടും ചെയ്യാം. ഏതെന്നറിയോ? എന്നിട്ട് പറയാം പൊടി. മറ്റേ നമ്മുടെ നാട്ടിലെ ചാഴിയില്ലേ, ചാഴി, അതിന്റെ മണം. അരിപ്പൊടി കൊണ്ട് ചെയ്യാറുണ്ട് നമ്മൾ. അരിപ്പൊടിയില് ഉപ്പിന് പൈസ കൂടി അരിപ്പൊടി അങ്ങനെ എന്തോ. ഈ കുതിര ചവിട്ടാൻ വേണ്ടി നിൽക്കണല്ലോ. അവിടെ പിന്നെ വാട്ടാ, നീ വേറെ എവിടെ പോയിട്ട് നമ്മൾ വരുന്ന വഴിയില്ലേ നമ്മൾ വരുന്ന വഴിയില് ഒരു വീടിന്റെ ഫ്രണ്ടിൽ കുറെ പൂക്കൾ നിൽക്കുന്നുണ്ടോ? മറ്റേ നമ്മുടെ റോസപ്പൂ പോലത്തെ. അപ്പൊ ഞങ്ങക്ക് അങ്ങനെ കുറച്ച് പൂക്കൾ കിട്ടി. അപ്പൊ അത് വെച്ചിട്ട് ചെറിയൊരു പൂക്കൾ ഇടാന്ന് ചോദിച്ചു. സ്റ്റാർട്ടിങ് അത്തം 1 അല്ലേ, നാളെ മുതൽ നമുക്ക് കുറച്ച് എനിക്ക് തോന്നേ ഇങ്ങനെ ചെയ്യാം. ആദ്യം ഫസ്റ്റ് ദിവസം കുഞ്ഞു പൂക്കളും, പിന്നെ വലുത്, പിന്നെ വലുത്, അങ്ങനെ ആക്കിയാലോ? ഒരു ഐഡിയ ആയിരിക്കും. ഒരു ദിവസം പോയിട്ട് കിട്ടണതൊക്കെ പറിച്ച് നമ്മള് വീട്ടിലെടുത്ത് വെക്കണം ഫ്രിഡ്ജിലല്ലേ? ശരിയാ. എന്താണ് ഇവിടെ ചിരിക്കണതെന്നൊക്കെ അറിയണതാണെന്ന് മനസ്സിലാവണില്ല. അങ്ങനെ അപ്പം പിന്നെ ഇനി നാളെ അല്ല, ഇനി ചെന്നിട്ട് പൂക്കൾ ഇട്ടിട്ട് പിന്നെ ബാക്കി പണികളുണ്ട്. നാളെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇവർക്കുള്ള ടിഫിന്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കണം. അങ്ങനെ അപ്പൊ വീട്ടിൽ പോയിട്ട് ഇനി പൂക്കൾ ഇടുമ്പോ കാണാലോ ചേട്ടാ. അതിനിടയ്ക്ക് പോണ വഴിക്ക് കുറച്ചും കൂടി പൂക്കൾ കിട്ടും നോക്കി വെക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അടിച്ചു മാറ്റുന്നതായിരിക്കും അല്ലേ? എല്ലാരും പൊട്ടിക്കും ഇവിടെ. പക്ഷെ വീടിന്റെ ഫ്രണ്ടുകളിലൊക്കെ നിൽക്കണ്ടോ? പക്ഷെ ഇനി ചിലപ്പോ വെറുതെ കൊഴിഞ്ഞു പോകുമ്പോൾ ഒന്നും മിണ്ടില്ലായിരിക്കും. ചിലപ്പോ ആരും പൊട്ടിക്കുന്ന നേരത്തായിരിക്കും ചിലപ്പോ ദേഷ്യപ്പെടുക അല്ലേ? എനിക്കറിയില്ല. അങ്ങനെ കൊറേ റെഡ് പോകുന്നുണ്ട്, പിങ്ക് കളറും ഉണ്ട്. ഇതൊക്കെ നോക്കി ചേടാ ഓട്ടിച്ചിരിക്കണ നോക്കി. പിന്നെ വേറെ പൂക്കള് കിട്ടും നോക്കട്ടെ. എന്താണ് ഓട്ടി? അത്തം അല്ലേ? ആ പൂക്കളൊക്കെ പറിച്ചിട്ടുണ്ട്. എന്നിട്ട് വാവട്ടി മുന്നൂസം കൂടിയാണ് നമ്മള് ഇടുന്നത് അല്ലേ? അല്ലേ പൂക്കളം ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ അറിയോ? അതിനെ കുരുകുരുന്ന് കട്ട് ചെയ്യാ. പൊന്നൂസ് ഈ ഇലകൾ മാത്രം ഇങ്ങനെ പറിച്ചെടുക്ക്. ഇലകൾ മാത്രം പറിക്കണേ. അല്ല, ഇത് കട്ട് ചെയ്തിട്ട് ഇതിനകത്തിട്ട് കുറച്ചും കൂടി എല്ലാം അടുപ്പിച്ച് വെക്കുന്നതാണ്. ഓക്കെ, ഇത് മാറ്റാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടോ പറ്റേ. ഇത് പൊന്നിച്ച് കിട്ടണ്ടേ? അപ്പൊ കത്ര കൊണ്ട് എടുക്കാൻ വെച്ചാ ഓരോ ഇല ഇങ്ങനെ പറിച്ചെടുക്ക. കുഴപ്പമില്ല. എന്ത് മതിയായോ? അല്ലെങ്കിൽ ഇത് നമുക്ക് കത്ര കൊണ്ട് തന്നെ എടുക്കടാ. കത്ര കൊണ്ട് തന്നെ എടുക്കാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. പൂ വേണട്ടോ നമുക്ക്. അത് കണ്ട് എടുക്കണ്ട, കത്ര കൊണ്ട് എടുക്കാം. കട്ട് ചെയ്തെടുക്കാൻ പറ്റേ? അതന്നെ ചേട്ടൻ സ്മോൾ പീസ് ആയിട്ട് കണ്ടാ. അച്ഛാ നമ്മ തന്നെ പൂക്കള് ഇതിന്റെ ചുറ്റും വെക്കണ. അങ്ങനെ ഇത് കൊറേ പൂവുണ്ട് കേട്ടാ. അയ്യോ അതങ്ങനെ എടുക്കല്ലേ. ഇതിന്റെ ഈ സാധനം കളഞ്ഞിട്ട് എടുക്കട്ടെ. ഈ സാധനല്ലേ, ഈ തൊപ്പി, ആ തൊപ്പി നമുക്ക് വേറെ എന്തിനേലും ഉപയോഗിക്കാം. നമ്മളെവിടെ പൂക്കളിടണേന്നറിയോ? അടുക്കളയിലല്ല, ഹാളില്. ഇവിടുത്തെ അടുക്കളയും ഹാളൊക്കെ സെയിമാ. സെയിമാ. അതിന്റെ മൂട്ടിലത്തെ തൊപ്പി കളഞ്ഞിട്ട് വെക്കണേ.
പുറത്ത് പോയിട്ട് ഇടാന്ന് വെച്ചാൽ നടക്കൂല, തണുത്തിട്ട് ചാവും നമ്മൾ. അതന്നെ പിന്നെ ഇടുന്നത് വൈകുന്നേരമാണ്. അതന്നെ ഒരേ ഡയറക്ഷനിൽ വെച്ചാ മാറിപ്പോയില്ല. അല്ലല്ല, ഓക്കെ, അടിപൊളി. അടുപ്പിച്ച് വെച്ചു വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഇവിടെ വെച്ചോ. എന്നിട്ട് ഈ തൊപ്പികളൊക്കെ ഉണ്ടല്ലോ, അടുത്ത ലെയർ തൊപ്പികൾ വെച്ചോ. പൊന്നസിന്റെ കട്ടിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരത്തി 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 ഇങ്ങനെ വെച്ചോ. അടിപൊളിയാട്ടാ. ഇത് തൊടാൻ പറ്റില്ല കേട്ടോ പാട്ടിയെ. അത് പക്ഷെ അടുപ്പിച്ചു വെച്ചിട്ടുണ്ട് സാധനം. അത് എല്ലാം കൂടി വെച്ചിട്ട് ഒന്ന് ചുറ്റും വെക്കുക, എന്നിട്ട് നമുക്ക് അടുപ്പിക്കാം. ഓക്കെ. അവിടെ ആ കുരുന്ന് കട്ട് ചെയ്ത സാധനങ്ങൾ വന്ന് നമുക്ക് കാണിച്ചത് എങ്ങനെ എടുക്കണ്ടേന്ന്. ഭയങ്കര കട്ടിങ് അവിടെ കൈ കട്ട് ചെയ്തിട്ട് കട്ടറാണ് ഇന്നത്തെ. ഇനി അമ്മ പറയട്ടെ ഇത് എങ്ങനെ ഇടണ്ടേന്ന്. രണ്ടുപേരും കൂടി ഇടട്ടാ. വെറുതെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇങ്ങനെ കുറച്ച് സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ചുറ്റും റൗണ്ടിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോവാം. ഓക്കെ, പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി. കണ്ടോ, ഇപ്പൊ ഫില്ലായി ഇവിടെ. അതെല്ലാം അങ്ങനെ ഫില്ലാക്കിക്കോ. നമ്മളിവിടെ ഇട്ടുതരാം. ഇട്ടില്ലേ, എല്ലാം സെയിം കറക്റ്റ് ആവണേ. അളവെല്ലായിടത്തും സെയിം ആയിരിക്കണം. നല്ല റൗണ്ട് ആക്കിയിട്ട് സൂപ്പർ ആയില്ലേ. ഞാൻ വേറെ ടാസ്ക് തരട്ടെ. 2 ഇല വാവുട്ടിക്ക് വേറെ ബിഗ്. ഓക്കെ, ഇത് കട്ട് ചെയ്യായിരുന്നു. കട്ട് ചെയ്ത് കുരുന്നിടാം. ഇത് വേണ്ട. നമ്മുടെ കളർ ഉണ്ടോ നീ? ഏതൊക്കെ? അത് അമ്മയ്ക്ക് വേണം കേട്ടോ. ഓട്ടി കളയല്ലേ. അതല്ല അവിടെ വെക്കാനല്ല. എത്ര കളറായി? ഇനി ഇതിങ്ങനെ ഇങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ വെക്കി. അമ്മ ഒരെണ്ണം വെച്ചു, ഔട്ടി ഒരെണ്ണം വെച്ചേ, ഇനി ഇവിടെ ഒരെണ്ണം വെച്ചു. ഇനി എന്നിട്ട് എന്താ ചെയ്യാം, ഈ ഫ്ലവേഴ്സ് ഇല്ലേ, ഈ ഫ്ലവറിന്റെ ഈ സാധനം കളയാം. എന്നിട്ട് ഇങ്ങനെ ഒരു അമ്മ വെക്കുക. ആദ്യത്തെ പ്രാവശ്യം 1 2 എക്സ് പോലെ വെക്കാം. ബാക്കി പൂവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂട്ടി വെക്കാം. കണ്ടോ, അങ്ങനെ 4 എണ്ണം വെക്കുക. അല്ലെ നമുക്ക് ഈ ഇലയുടെ നീളം കുറച്ചിട്ട് ഫിനിഷിംഗ് ഉണ്ടാവും. അതിന് വേറൊരു സാധനം കൂടി ചെയ്യാണ്ടെങ്കിൽ അതന്നെ. ഇപ്പൊ വലിയ പൂക്കളായി. ഇപ്പൊ ഒരു സെറ്റ് പൂ മതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടറിയോ, ഇന്നത്തെ പൂക്കളം കുഞ്ഞ്, എന്നിട്ട് നാളത്തെ പൂക്കളം വലുത് വലുത് വലുത്. ഇതിപ്പോ ഇന്നത്തെ തന്നെ ഭയങ്കര വലുതായി. നമ്മള് ഫസ്റ്റത്തെ ഒരു ലെയർ മാത്രം ഇടാൻ പാടില്ലായിരുന്നു. സത്യം. ഇനിയിപ്പോ നാളേക്ക് പൂ പറിക്കാൻ പോണല്ലോ. അതൊരു ടാസ്ക്. എല്ലാം കൂടി അവസാനിപ്പിക്കില്ലായിരുന്നു, കുറച്ചെടുത്ത് വെക്കായിരുന്നു. 10 ദിവസം ഉണ്ടാക്കണം. 10 days ഉണ്ടാക്കണം. 4 എണ്ണം വെക്കുക ആദ്യേ. ഓട്ടിയുടെ അവിടുത്തെ വേസ്റ്റ് ഒക്കെ നീക്കി വെക്കണേ ഓട്ടി. ഇതിനകത്തൊന്നും വേസ്റ്റ് ഒന്നും ഇടരുത്. ഇനി സ്റ്റാർട്ട് ചെയ്താ നോക്കി. ഇങ്ങനത്തെ കുഞ്ഞി പൂക്കൾ വന്നിട്ടുണ്ട്. അതമ്മ എങ്ങനെ വെച്ചെന്നറിയോ, അതിങ്ങനെ ഇതിന്റെ ഇടയിൽ വെച്ചു. 4 എണ്ണം വേണ്ട. ഓക്കെ, കുഞ്ഞിത് അങ്ങനെ ഇടയിൽ വെച്ചു. അത് അത്ര വലുത് വെക്കേണ്ടത്. കുഞ്ഞിതമ്മ തരം ഇതാ 4 കുഞ്ഞു നിനക്ക്, 4 കുഞ്ഞിത് വാവട്ടിക്ക്. ഇത് ഇവിടെ വെക്കാം. അതിന്റെ അത് നീ വലിച്ചെടുക്കണോ? വലിച്ചെടുക്കണ്ട, ജസ്റ്റ് ആ കട്ട് ചെയ്താൽ മതി. അതിന് വെള്ള സാധനം ഇച്ചിരി പൂടുന്തമ്മ. കുറെ അകന്നു പോയോ? നീ ഒരു കുറച്ച് ഇത് കറക്റ്റ് ആയിട്ട് വെക്കോ ഓട്ടി. കുറച്ച് നീങ്ങിപ്പോയത്. ഇനി ഉണ്ടല്ലോ മനസ്സേ, ഇവിടെയും ഇടണം. അത് ഒരു ഇച്ചിരി ഇട്ടിട്ട് ഇത്തിരി എടുത്തിട്ട് ആ പൂ കുറച്ചും കൂടി നല്ലായിരുന്നു. റൗണ്ട് ഫില്ല് ചെയ്യായിരുന്നു നമുക്ക് അല്ലേ. ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാം. അവസാനം എല്ലാം ഫില്ല് ചെയ്ത് കളയാം. ഇപ്പൊ ഒരു പൂക്കളും അതിന്റെ ഇടയിൽ വേറെ പൂക്കളും. വാവട്ടിയുടെ ഇഷ്ടത്തിന് ഇട്ടത്. കണക്ഷൻ വേണം എല്ലാത്തിനും അല്ലേ ഓട്ടെ? അത് ശരി. അപ്പൊ മെയിൻ പൂക്കളത്തിൽ നിന്ന് കണക്ഷൻ റെഡ് മിൽക്കി അല്ലേ? പിന്നെ ഇതേ
എല്ലാ ഇതിന്റെ അറ്റത്ത് ഓരോ പൂക്കൾ വെച്ചോ. ഇതിന്റെ അറ്റത്ത് തിരിച്ചിങ്ങനെ വെച്ചോ. രണ്ടെണ്ണം തരാം, ആ 2 സൈഡിലും വെച്ചോ. ഇനി വേസ്റ്റ് ഒക്കെ ഇതിനകത്തോട്ട് പറക്കിയിട്ടേ. വെരി ബിഗ് ആയിട്ട് ആലോചന. ഭയങ്കര വലുതായി. എല്ലാ വേസ്റ്റും ഔട്ടി സൈഡിലൊക്കെ വേസ്റ്റ് കളഞ്ഞാ കത്രിക തന്നേ. അത് അവസാനം അങ്ങനെ സൂപ്പറായില്ലേ നമ്മുടെ. ഒന്നുമില്ല പറഞ്ഞിട്ടല്ലേ വലിയ പൂക്കളായില്ലോ അല്ലേ. അയ്യോ സാരില്ല, നാളെ എടുക്കാന്ന്. അത് കുഴപ്പമില്ല. അടിപൊളിയായില്ലേ. നമുക്ക് തമ്പനയിലിന് വേണ്ടി ഇതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുത്താലോ? അത് നല്ല ഐഡിയ. എല്ലാരും കൂടി ഇപ്പൊ പൂക്കള് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞു അല്ലേ. അവിടെ മനസ്സിന് വയ്യാണ്ടായോ പൂക്കളിട്ടിട്ട്? ഇനി ഇതുപോലെ ഡെയിലി നമ്മള് 10 ദിവസം വീഡിയോ ഇടണമെന്ന് വിചാരിക്കണേ. ദൈവം സഹായിച്ച് എന്നിട്ട് പറയാം സമയം വേണം. നമുക്ക് നമ്മുടെ ഒഴിവ് പോലെ കാണിച്ചപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് പിന്നെ ആയാലും നമ്മൾ ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. ഉച്ചയ്ക്ക് പോയിട്ട് പൂക്കൾ പറിച്ചു. ഇന്ന് പിന്നെ വീഡിയോയിൽ അത്ര ഒന്നും ഇല്ല, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. നാളെ മുതൽ, അതായത് അത്തം 2ാമത്തെ ദിവസം മുതൽ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൂടി നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമെന്നും കൂടിയും ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ഞാൻ എൻ്റെ ഏട്ടൻ വരുന്നതിന് മുന്നേ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത ദിവസം എന്തെങ്കിലും ഒരു ഫുഡും കൂടി ആഡ് ചെയ്യാം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അവിടെ മനസ്സിൽ ഇഷ്ടമായി ഇന്നത്തെ? ഇത് മുന്നേ നിങ്ങൾക്ക് ഇട്ടതായിട്ട് നിങ്ങൾക്ക് ഓർക്കണ്ട? നാട്ടിൽ വെച്ചിട്ട് മനസ്സിന് ഓർമ്മയുണ്ടാ? ഓർക്കണ്ട? ഓർമ്മയുണ്ട് നിനക്ക്? അപ്പൊ അന്ന് ആ സമയത്ത് ഇതുപോലെ. അപ്പൊ എല്ലാവരും അത്തം ഒന്നൊക്കെ എല്ലാവരും ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിലെ ചെറുതാണെങ്കിലും കുഞ്ഞിതായാലും ഒരു പൂക്കളൊക്കെ ഇടാം. പിള്ളേർക്കൊക്കെ ഇവിടെയൊക്കെ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ പിള്ളേർക്ക് ഇങ്ങനത്തെ അവസരങ്ങളൊന്നും കിട്ടില്ല. നാട്ടിലാവുമ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൂക്കളങ്ങളൊക്കെ ഇടും. അപ്പോൾ പിള്ളേരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അപ്പൊ അവർക്ക് ഇതൊരു ഇതായിരിക്കും. അപ്പൊ ഇവരിപ്പോ ചോദിക്കുന്നത് ഇത് എപ്പം മാറ്റുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ കാലത്ത് ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ ഞാൻ മാറ്റിക്കോളാം. അതുവരെ ഇവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ ഇവര് കുഞ്ഞു പിള്ളേരൊന്നല്ല, അതുകൊണ്ട് തട്ടിയൊന്നും കളയില്ല അല്ലേ? മഹാബലിയോ വാമനൻ തട്ടിക്കളയണെന്നാണോ? അങ്ങനെ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. സ്വാഗതം.